നമുക്ക് 2026 അർദ്ധവാർഷിക പരീക്ഷ നടന്നു. അതിലെ 7ാം ക്ലാസ്സിന്റെ ചോദ്യപേപ്പർ നോക്കാം. 50 മാർക്കിന്റെ ചോദ്യം. ആദ്യത്തെ 8 എണ്ണം ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഞാൻ ഉത്തരങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, ജന്മത്തിന്റെ ന്യൂനതകളെ നന്മയും ശക്തിയും കൊണ്ട് അതിജീവിച്ച ന്യായാധിപൻ ആര്? ഇബ്താഹാണ് അതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, വലിയ നോമ്പ് ആചരിക്കുന്നതിന് മുൻപായി ആചരിക്കുന്ന കാനൂനിക നോമ്പ് ഏത്? 3 നോമ്പാണ് അതിന്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ക്രൈസ്തവ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനം എന്ത്? യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ക്രൈസ്തവ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനം. 4, മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കുടുംബാരാധന ക്രമത്തിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അത് സൂത്താറ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. 5ാമത്തെ ചോദ്യം, ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവം കേട്ടു എന്നതാണ് ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം. 6ാമത്തെ ചോദ്യം, ശലോമോന്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ദിനവൃത്താന്തമാണ് അതിന്റെ ഉത്തരം. 7ാമത്തെ ചോദ്യം, ഗബ്രിയേൽ മാലാഖ കന്യകമറിയാമിന്റെ അടുത്ത് ചെന്ന് തിരുജനനത്തെ അറിയിക്കുന്നത് ഓർമ്മിക്കുന്ന ഗീതം ഏത്? മന്നമകൾക്കായി സ്ലോമോ എന്ന ഗീതമാണ് ഗബ്രിയേൽ മാലാഖ കന്യകമറിയാമിന് അറിയിപ്പ് നൽകുന്ന ഗീതം. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, യഹോവയോട് ആലോചിക്കാതെ നേർച്ചകൾ നേരുമ്പോൾ വളരെ സൂക്ഷ്മതയുണ്ടാവണമെന്ന് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വ്യക്തി ആര്? അത് ഇബ്താഹാണ്. ഇബ്താഹിന്റെ ജീവിതമാണ് അങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി പൂരിപ്പിക്കാനുള്ള 5 ചോദ്യങ്ങൾ. 9ാമത്തെ ചോദ്യം, ഇസ്രയേലിന് ന്യായപാലനം ചെയ്ത ഏക സ്ത്രീയുടെ പേര്? ദെബോറയാണ് അതിന്റെ ഉത്തരം. 10ാമത്തെ ചോദ്യം, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഡാഷ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഡാഷ് ആകുവീൻ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആയിരിക്കുവീൻ. 11ാമത്തെ ചോദ്യം, ആദിമസഭയ്ക്ക് പല രാജകീയ അവകാശങ്ങൾ ലഭിച്ച രാജകീയ വിളംബരം ഏത്? മിലാൻ വിളംബരമാണ് അതിന്റെ ഉത്തരം. 12ാമത്തെ ചോദ്യം, 45ാം സങ്കീർത്തനം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആരാധനയിൽ ഉപയോഗിക്കുന്ന ഗീതം ഏത്? ഇന്നാൾ സ്തുതിയോട് രാജമകൾ എന്ന ഗീതമാണ്. ദൈവമാതാവിന്റെ കുക്കിലിയോന്റെ സങ്കീർത്തന ഭാഗമാണ് ആ സങ്കീർത്തന ഭാഗത്തെ കുറിച്ചുള്ള ഗീതം. ഇനിയും അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം, ആരാധനയിൽ പ്രൊമിയോൻ വായിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഡാഷിനുള്ള സമയമാണ്? വിശ്വാസികൾക്ക് ആത്മസമർപ്പണം അല്ലെ അനുരഞ്ജനത്തിനുള്ള സമയമാണ് പ്രൊമിയോൻ വായിക്കുമ്പോഴുള്ള അവസരം എന്ന് പറയുന്നത്. ഇനിയും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ 7 ചോദ്യങ്ങളിൽ 5 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് മുഴുവൻ ചോദ്യങ്ങളും ആൻസർ പറഞ്ഞു പോവാം. 14ാമത്തെ ചോദ്യം, എമാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞത് എപ്പോൾ? അവര് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ യേശു അവർക്ക് അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. ആ അപ്പം ഭക്ഷിച്ചപ്പോഴാണ് അവർക്ക് യേശുവിനെ തിരിച്ചറിയാനായിട്ടായത്. 15ാമത്തെ ചോദ്യം, തവക്ഷീണത്തിൻ സ്കീപ്പായാൽ എന്ന ഗീതത്തിൽ തവക്ഷീണം എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? തവക്ഷീണം എന്ന വാക്ക് കർത്താവിന്റെ കഷ്ടാനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 16ാമത്തെ ചോദ്യം, ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന ആദ്യത്തെ സന്ദേശം എന്താണ്? നിങ്ങൾക്ക് സമാധാനം എന്നതാണ് ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന ആദ്യത്തെ സന്ദേശം. ഇനിയും അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, ആദ്യമായി ഹോസ്പിറ്റൽ ആരംഭിച്ചത് വിശുദ്ധ വലിയമാർ ബസേലിയോസ് ആണെന്ന് പറയുവാൻ കാരണം എന്ത്? ഏകാന്തവാസികളായ സന്യാസികളെ ഒരുമിച്ച് സമൂഹമായിട്ട് ആശ്രമങ്ങൾ സ്ഥാപിക്കണമെന്ന രീതിയോട് താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും സാധുക്കളെ സംരക്ഷിക്കുന്നതിനും ഇങ്ങനെ കൂട്ടായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെ അദ്ദേഹം അനാഥരെയും അഗതികളെയും രോഗികളെയും ഒക്കെ സംരക്ഷിക്കുവാനായിട്ട് ആശ്രമത്തോട് ചേർന്ന് പ്രത്യേകമായ താമസ സൗകര്യങ്ങൾ ഒരുക്കി രോഗികളെ അവിടെ താമസിച്ച് പരിചരിക്കുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചു. ഇത് ഏതാണ്ട് AD 359 കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹമാണ് ആദ്യമായി ഹോസ്പിറ്റൽ ആരംഭിച്ചതെന്ന് പറയുവാനുള്ള കാരണം. ഇനി 18ാമത്തെ ചോദ്യം, മാർത്തോമാ നസ്രാണികളുടെ പാരമ്പര്യ കലയായ റംബാൻ പാട്ടിന്റെ ഉള്ളടക്കം എന്താണ്? മാർത്തോമാ സ്ലീഹായുടെ ഭാരതത്തിലേക്കുള്ള വരവ്, കേരളത്തിലെ സുവിശേഷ പ്രചരണം, ക്രിസ്തുമതം സ്വീകരിച്ചവരുടെയും രോഗസൗഖ്യം നേടിയവരുടെയും സ്ഥിതി വിവര കണക്കുകള്, പള്ളികളുടെ സ്ഥാപനം, പട്ടക്കാരുടെ നിയമനം, മാർത്തോമാ സ്ലീഹായുടെ മരണം എന്നിവയൊക്കെയാണ് റംബാൻ പാട്ട് അല്ലെങ്കിൽ തോമാ പർവ്വത്തില് വിവരിച്ചിരിക്കുന്നത്. ഇനിയും 19ാമത്തെ ചോദ്യം, കുറിയേലായിസോൻ എന്ന വാക്കിന്റെ അർത്ഥം എഴുതുക. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നതാണ് കുറിയേലായിസോൻ എന്ന വാക്കിന്റെ അർത്ഥം. 20ാമത്തെ ചോദ്യം, ന്യായാധിപനായ ഗിദെയോന് യെരുബാൽ എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്ത്? ബാൽ വിഗ്രഹങ്ങളെ തകർത്തത് കൊണ്ടാണ് വിഗ്രഹങ്ങളെ തകർത്തവൻ, വിഗ്രഹഭഞ്ജകൻ എന്ന അർത്ഥത്തില് ഗിദെയോന് യെരുബാൽ എന്ന പേര് ലഭിച്ചത്. ഇനിയും പാർട്ട് D ചോദ്യങ്ങൾ. അതിലും 7 എണ്ണമാണുള്ളത്. അതിൽ 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതിയാവും. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. 21, നോമ്പ്, ഉപവാസം എന്നിവയുടെ പ്രയോജനങ്ങൾ എഴുതുക.
ഒന്നാമതായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും സാധിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ, ഈ ലോക ജീവിതത്തെ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. നോമ്പിലൂടെ ഉപവാസത്തിലൂടെയും നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയും കൂടുതൽ പുണ്യപ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെയധികം സന്തോഷം ലഭിക്കുന്നതിനും ആത്മസംതൃപ്തി നേടുന്നതിനും ഒക്കെ കാരണമായി തീരുന്നു. ആത്മീയമായിട്ട് സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനായിട്ട് നോമ്പും ഉപവാസവും നമ്മളെ സഹായിക്കുന്നു. ശാരീരികമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ചില ഭക്ഷണങ്ങൾ കുറെ നാൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മുടെ ശരീര ആരോഗ്യത്തിന് അത് ഗുണകരമായി തീരുന്നു. 22ാമത്തെ ചോദ്യം, പ്രവാചകനും പുരോഹിതനും എന്ന നിലയിൽ ശമൂവേൽ നിർവഹിച്ച ചുമതലകൾ എന്തൊക്കെയായിരുന്നു? ഇസ്രായേലിന് വേണ്ടി യാഗം കഴിക്കുക, മധ്യസ്ഥത അണയ്ക്കുക, നേർച്ചകളെ അനുഗ്രഹിക്കുക, സതുപദേശം നൽകുക തുടങ്ങിയവയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതലകൾ. 23 ഉത്ഥാനം ചെയ്തു വന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ശിഷ്യന്മാരിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? യേശുവിന്റെ ക്രൂശ് മരണം മൂലം നിരാശരും ദുഃഖിതരുമായിരുന്നു ശിഷ്യന്മാര്. എന്നാൽ യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള സാന്ത്വന സ്പർശം അവർക്ക് ആശ്വാസകരമായി. യേശു അവർക്ക് പ്രത്യക്ഷമായതിനു ശേഷം അവരുടെ മേൽ ശ്വാസമൂതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പരാജയത്തെ അതിജീവിക്കുന്ന ദൈവസാന്നിധ്യം അപ്പോൾ അവർക്ക് അനുഭവവേദ്യമായി. യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമുള്ള യേശുവിന്റെ സാന്നിധ്യം അവരുടെ ദൗത്യങ്ങൾ തുടരുവാനും എത്ര പീഡകൾ സഹിച്ചായാലും സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനും അവരെ പ്രാപ്തരാക്കി. 24ാമത്തെ ചോദ്യം, മാർഗംകളി പാട്ടുകളിൽ പറയുന്ന വിവരങ്ങളെ ചുരുക്കി എഴുതുക. 14 പദങ്ങളിലായി 360 വരികളുള്ള ഗീതമാണ് മാർഗംകളിപ്പാട്ട്. ഇതിലെ മർത്തോമാ ശ്ലീഹ തന്നെ അങ്ങോട്ട് അയക്കരുതെന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയും അവിടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും ചെയ്തതായിട്ട് വിവരിക്കുന്നു. അതുകൂടാതെ ചേരപെരുമാൾ കൊട്ടാരം പണിയുവാനായി ശലോമോൻ രാജാവിന്റെ കൊട്ടാരം പണിത തച്ചന്മാരുടെ വർഗത്തിൽപ്പെട്ട ഒരാളെ നിയോഗിച്ചതായിട്ടും ഇതിൽ വിവരിക്കുന്നു. അതുപോലെ മർത്തോമായാൽ സ്ഥാപിതമായ 7 പള്ളികളെ കുറിച്ചും മാർഗംകളിപ്പാട്ടിനെ വിവരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം, ന്യായാധിപനായ ഗിദെയോന് ദൈവിക സാന്നിധ്യത്തിൽ നിന്നുള്ള ഉറപ്പും നിയോഗവും ലഭിച്ചത് വെളിപ്പെടുത്തുന്ന സംഭവങ്ങൾ എഴുതുക. ഒരു ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് മിദ്യാന്യരെ ഭയന്ന് ഗിദെയോൻ കറ്റകൾ മുന്തിരി ചക്കിനരികെയിട്ട് മെതിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവദൂതൻ പ്രത്യക്ഷനായി യഹോവയുടെ സാന്നിധ്യം മൂലമുള്ള ബലവും ദിശാബോധവും അറിയിച്ചു. ഗിദെയോനെ വ്യക്തിപരമായി ശക്തിപ്പെടുത്തുന്ന അടയാളവും അതുപോലെ മിദ്യാന്യരെ ഭയന്ന് ഗിദെയോനോടൊപ്പമുള്ളവരെ ശക്തിപ്പെടുത്തുവാനുള്ള മറ്റൊരടയാളവും ദൈവത്തിൽ നിന്നും ഗിദെയോന് ലഭിച്ചതായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. 26ാമത്തെ ചോദ്യം, ഉത്തമരായ സന്യാസിമാർ ഈ കാലഘട്ടത്തിൽ സഭകളിൽ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട്? മുഴുവൻ സമയവും ദൈവശുശ്രൂഷയ്ക്കായിട്ട് നീക്കിവെക്കുന്ന കുറെ സന്യാസിമാരുണ്ടാകുന്നത് സഭയുടെ വളർച്ചയ്ക്കും ശ്രേയസ്സിനും അത്യന്താപേക്ഷിതമാണ്. സമസ്ത ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, ആരാധന പ്രാർത്ഥനാ ക്രമങ്ങൾ ഉണ്ടാക്കുക, വേദവ്യാഖ്യാനങ്ങൾ രചിക്കുക, സുവിശേഷ പുണ്യപ്രവർത്തികൾ ചെയ്യുക എന്നിവയ്ക്ക് കുടുംബസ്ഥരേക്കാൾ കൂടുതൽ സമയം സന്യാസിമാർക്ക് ലഭിക്കും. അതുകൊണ്ട് ഉത്തമരായ സന്യാസിമാരെ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം, മലങ്കര സഭയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കാനോനിക നോമ്പുകളെ കുറിച്ച് ചുരുക്കമായി എഴുതുക. കാനോനിക നോമ്പുകൾ 5 എണ്ണമാണ്. 3 നോമ്പ്, 50 നോമ്പ് അല്ലെങ്കിൽ വലിയ നോമ്പ്, സ്ലീഹ നോമ്പ്, ശൂനോയോ നോമ്പ്, അവസാനമായിട്ട് എൽദോ നോമ്പ്. ഈ 5 നോമ്പുകളാണ് സഭയുടെ കാനോനിക നോമ്പുകൾ. 3 നോമ്പ് വലിയ നോമ്പിന് 18 ദിവസം മുന്നെയാണ് ആചരിക്കുന്നത്. ഏറ്റവും ചെറിയ നോമ്പാണ്, 3 ദിവസം മാത്രമുള്ള നോമ്പാണ്. തീയതി കൃത്യമായിട്ട് ഇല്ലാത്ത നോമ്പാണ് 3 നോമ്പ്. 50 നോമ്പ് 3 നോമ്പിന് ശേഷം വരുന്ന 18ാമത്തെ ദിവസമാണ് 50 നോമ്പ് ആചരിക്കുന്നത്. 50 ദിവസമാണ് വലിയ നോമ്പ്. സഭയിലെ ഏറ്റവും നീളം കൂടിയ നോമ്പാണ് വലിയ നോമ്പ്. വലിയ നോമ്പിന്റെ അവസാന ദിവസമാണ് ഈസ്റ്ററായി നമ്മൾ ആചരിക്കുന്നത്. വലിയ നോമ്പിനും തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയും തീയതികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള നോമ്പുകളാണ് ഇനിയുള്ള 3 നോമ്പുകൾ. സ്ലീഹ നോമ്പ് ജൂൺ 16 മുതൽ 29 വരെ ആചരിക്കുന്നു. 12 സ്ലീഹന്മാരെയും പൗലോസ് സ്ലീഹായെയും ചേർത്താണ് 13 ദിവസം നോമ്പ് ആചരിക്കുന്നത്. ശൂനോയോ നോമ്പ് ദൈവമാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ച് നമ്മൾ ആചരിക്കുന്ന ഒരു നോമ്പാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. 15-ാം തീയതി വാങ്ങിപ്പ് പെരുന്നാളോടെ ഈ നോമ്പ് അവസാനിക്കും. അവസാനത്തെ നോമ്പ് എൽദോ നോമ്പ് ഡിസംബർ 1 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. യേശുവിന്റെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആചരിക്കുന്ന നോമ്പാണ് എൽദോ നോമ്പ് അല്ലെങ്കിൽ 25 നോമ്പ്. ഈ പാർട്ട് ഈ ഭാഗത്തെ ചോദ്യങ്ങൾ 4 ചോദ്യങ്ങൾ പ്രാർത്ഥനാ ഗീതം എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 28 ഭാഗ്യം നിബിയർക്കും എന്ന ഗീതത്തിന്റെ അർത്ഥം എഴുതുക. നിബിയന്മാർക്കും സ്ലേഹന്മാർക്കും സഹദേന്മാർക്കും ഉയർപ്പ് ദിവസത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരവിൽ ഭാഗ്യമുണ്ടാകട്ടെ. മശിഹായെ കാണുവാൻ കൊതിച്ച സഹദേന്മാർ വാളുകളാൽ ചിറകുകൾ വെച്ച് ഉന്നതങ്ങളിൽ എത്തിയവരാണ്. ശത്രുക്കളുടെ വാളുകളും കൊലയായുധങ്ങളും രക്തസാക്ഷികളെ ഭയപ്പെടുത്തുകയില്ല, മറിച്ച് ദൈവത്തിങ്കിലേക്ക് പറന്നുയരുവാൻ സഹായിക്കുന്ന ചിറകുകളായിട്ടാണ് അവർ അതിനെ കണ്ടത് എന്ന മനോഹരമായ ആശയമാണ് ഈ ഗീതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനിയും അടുത്ത ചോദ്യം 29 ഗീതം പൂരിപ്പിക്കാനാണ്. മന്നമകൾക്കായി സ്ലോമോ, വലുതാം പടവായ്ത്തൻ എന്നിവരെയുള്ള 8 വരികളാണ് എഴുതേണ്ടത്.
ദൈവമാതാവിന്റെ കുക്കിലിയോനുകൾ എന്ന ഭാഗത്ത് എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ പുസ്തകത്തിൽ നോക്കി പഠിക്കുക. ഇനി 30ാമത്തെ ചോദ്യം പ്രാർത്ഥന പൂരിപ്പിക്കാനാണ്. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ എന്ന പ്രാർത്ഥനയാണ്. അത് പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് തരയണമേ എന്ന ഭാഗം വരെയാണ് എഴുതേണ്ടത്. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ പാഠഭാഗം നോക്കി മനസ്സിലാക്കുക. 31 മൂന്നാം മണി നമസ്കാരത്തിലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്നെ വിളിക്കുന്ന എന്ന പ്രാർത്ഥനയിലെ പ്രധാന ആശയങ്ങൾ ചുരുക്കമായി വിവരിക്കുക. അത് നിങ്ങൾ ആ പാഠഭാഗത്തിലെ ആ പ്രാർത്ഥനയുടെ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം ഒരു പേജിൽ കവിയാതെ ഉപന്യാസം എഴുതാനായിട്ടുള്ള ചോദ്യമാണ്. 3 ചോദ്യങ്ങൾക്ക് 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 32 നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന്റെ കുരിശുമരണത്തിന്റെയും ഉയർപ്പിന്റെയും പ്രാധാന്യം വിശദമാക്കുക. ഇതിന്റെ ഉത്തരം 6ാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ 3 പാരഗ്രാഫാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചും കഷ്ടാനുഭവത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു ഭാഗം അവിടെ കിടപ്പുണ്ട്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഇനി അടുത്തത് 33 ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രധാന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുക. 2ാമത്തെ പാഠഭാഗത്തിൽ അവസാനമായിട്ട് 3 പോയിന്റുകൾ 1, 2, 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 34 സന്യാസ ജീവിതത്തിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും വിശദമാക്കുക. പാഠം 21 സന്യാസ ജീവിതം എന്ന പാഠത്തിൽ അവസാനമായിട്ട് ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് വ്രതത്രയം എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് അടിയിലേക്കുള്ള ഭാഗമാണ്. അതിന്റെ ഉത്തരം കൂടുതലായിട്ടും അവിടെയാണ് അതിന്റെ ഉത്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായി പഠിക്കുക. എനിക്ക് തോന്നുന്നു 1 വേർഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമായിരുന്നു. അതിനുശേഷമുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.